കേരളത്തിലെ ഇംഗ്ലീഷ് ലേണേഴ്സ് അനുഭവിക്കുന്ന പ്രധാനപ്പെട്ട പ്രോബ്ലംസിൽ ഒന്നാണ് മദർ ടങ് ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. ആൻഡ് മദർ ടങ് ഇൻഫ്ലുവൻസ് കാരണം മോസ്റ്റ് ഓഫ് അസ് are not confident enough to have a longer conversation or to deliver a presentation. So just because of that നമ്മുടെ കൂട്ടത്തിലുള്ള പല ആൾക്കാരും അമേരിക്കൻ ആക്സെൻറ്റ് അല്ലെങ്കിൽ ബ്രിട്ട് ആക്സെൻറ്റ് കോപ്പി ചെയ്യാൻ ശ്രമിക്കും. And that's all right as long as you can maintain it. But the problem with a fake accent is that when you are under pressure or when you're going through a difficult situation, when you're venting out your emotions, അങ്ങനെയുള്ള പല സിറ്റുവേഷനിലും there are high chances for your accent to wear off. അങ്ങനെ പോകുന്ന സമയത്താണ് അതൊരു ഫേക്ക് ആക്സെൻ്റ് ആണ് എന്ന ആൾക്കാർ പറയുന്നത്. സോ അങ്ങനെ ആക്സെൻറ്റ് ഫേക്ക് ചെയ്യാതെ നമുക്ക് എങ്ങനെ നമ്മുടെ ഇംഗ്ലീഷ് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് സംസാരിക്കാം? ആൻഡ് വെൻ യു സ്പീക്ക് ഇംഗ്ലീഷ് ഹൗ കെൻ വി കംപ്ലീറ്റ്ലി ടേക്ക് ഓഫ് അവർ മദർ ടങ് ഇൻഫ്ലുവൻസ്? അങ്ങനെ നമ്മൾ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുക, വോയിസ് ആൻഡ് ആക്സെൻറ്റ് ട്രെയിനിങ് എന്ന് പറയുന്നത്. നമ്മൾ ഏതൊരു ലാംഗ്വേജിനെയും പോലെ തന്നെ ഇംഗ്ലീഷും ആദ്യം സംസാരിച്ച് പഠിക്കേണ്ട ഒരു ഭാഷയാണ്. അങ്ങനെ സംസാരിച്ച് പഠിക്കുന്ന ഭാഷയാകുമ്പോൾ നമ്മൾ അക്ഷരങ്ങളെക്കാൾ മുന്നേ പഠിക്കേണ്ട ഒരു സാധനമാണ് സൗണ്ട്സ് എന്ന് പറയുന്നത്. ഇംഗ്ലീഷിലാണെങ്കിൽ കോൺസണൻറ്റ് സൗണ്ട്സ് ആൻഡ് വവൽ സൗണ്ട്സിൽ തന്നെ മോണോസോങ്സ്, ഡിഫ്തോങ്സ്, അങ്ങനെ പലതരത്തിലുള്ള സൗണ്ട്സ് ഉണ്ട്. ആൻഡ് നമ്മൾ അൺഫോർച്ചുനേറ്റ്ലി പല ആൾക്കാരും പഠിച്ചേക്കുന്നത് അക്ഷരങ്ങളാണ്. And because of that we all have one or the other way some influence of our mother tongue when we speak English. And how can we completely get rid of that? അപ്പോൾ നമ്മൾ ഇൻ്റർമീഡിയറ്റ് ലേണേഴ്സ് അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ലേണേഴ്സിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഗോ ത്രൂ ഓർ അണ്ടർഗോ വോയിസ് ആൻഡ് ആക്സെൻറ്റ് ട്രെയിനിങ്. അപ്പോൾ ഈ വോയിസ് ആൻഡ് ആക്സെൻറ്റ് ട്രെയിനിങ്ങിന് 3 ലെയർ ആയിട്ടാണ് നടക്കുക. നമ്മൾ ആദ്യം ഒരു ശബ്ദം, ഇംഗ്ലീഷിലുള്ള സൗണ്ട്സ് എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാം എന്ന് നമ്മൾ പഠിക്കണം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ മലയാളത്തിലെ വാ എന്ന് പറയുന്ന ഒരു അക്ഷരം നോക്കുകയാണെങ്കിൽ ഇംഗ്ലീഷിൽ നമുക്ക് വാ സിമിലറായിട്ട് വരുന്ന 2 തരത്തിലാണ് ആ സൗണ്ട്. ഇപ്പം ഡബ്ല്യു പ്രൊഡ്യൂസ് ചെയ്യുന്നതും വാ സൗണ്ട് തന്നെയാണ്, വി പ്രൊഡ്യൂസ് ചെയ്യുന്നതും ഓൾമോസ്റ്റ് വാ സൗണ്ട് തന്നെയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ മലയാളത്തിൽ വാ പറയുന്ന പോലെ തന്നെയാണ് നമ്മൾ ഇതൊക്കെ പറയാം. അങ്ങനെയുള്ള ഇതൊരു എക്സാമ്പിളാണ്. ഇതുപോലെ ദർ ആർ സോ മെനി സിറ്റുവേഷൻസ് ഓർ സോ മെനി മിസ്റ്റേക്സ് ദാറ്റ് വി ഡു. And it's a coping mechanism that we have. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറാൻ വേണ്ടിയിട്ട് we have to learn how to produce sounds in a different language. And നമ്മൾ ലാംഗ്വേജസ് നോക്കുകയാണെങ്കിൽ മലയാളത്തിൽ നമ്മൾ സൗണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന അതേ രീതിയിലല്ല അല്ലെങ്കിൽ അതേ സെറ്റിങ്സ് അല്ല തമിഴിലോ കന്നഡയിലോ ഒരു അക്ഷരങ്ങൾ അല്ലെങ്കിൽ സൗണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ വേണ്ടത്. ഫോർ എക്സാമ്പിൾ നമ്മൾ the movements of your jaw, the placement of your tongue, the settings of your vocal cords, all these things, നമ്മുടെ ടങ്ങിൻ്റെ പ്ലേസ്മെൻറ്റ്, ഇതെല്ലാം all these are actually different from different languages. So especially in English there are so many rules. അപ്പോൾ നമ്മൾ സൗണ്ട്സ് എങ്ങനെ കൃത്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പഠിക്കാം എന്നുള്ളതാണ് the first layer of your voice and accent ട്രെയിനിങ്. അത് കഴിഞ്ഞതിന് ശേഷം സെക്കൻഡായിട്ട് വരുന്നതാണ് എന്ത്, വേർഡ് സ്ട്രെസ്. വേർഡ് സ്ട്രെസ്സിൽ തന്നെ പ്രൈമറി സിലബിൾ സ്ട്രെസ്, സെക്കൻഡറി സ്ട്രെസ്, തേർഡ് സ്ട്രെസ്, അങ്ങനെ സ്ട്രെസ്സസ് നമുക്ക് കാണാൻ പറ്റും. അതുകൂടാതെ തന്നെ അത് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് ലെവലിലാണ് സെൻറ്റൻസ് സ്ട്രെസ്. ഓരോ സെൻറ്റൻസിലും ഏത് വേർഡ്സ് എങ്ങനെ സ്ട്രെസ് ചെയ്യണം, എങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കണം, ഹൗ ഡു യു ഇൻറ്റർനേറ്റ് യുവർ സെൽഫ് വെൻ ആസ്കിങ് എ ക്വസ്റ്റ്യൻ, വെൻ സ്റ്റേറ്റിംഗ് എ ഫാക്ട്, ഓൾ ദോസ് തിങ്സ്. നമ്മൾ ഇതൊക്കെ എന്ത് ചെയ്യണം, ഘട്ടം ഘട്ടമായി പഠിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് ആക്ച്വലി പോസിബിൾ ആൻഡ് വി നീഡ് ടു വർക്ക് ഓൺ ഇറ്റ്. So we, English House, is planning a voice and accent training absolutely free for all the English learners in Kerala. So നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യാം, എങ്ങനെ സൗണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്യാം എന്ന് പഠിക്കാം. അതിനുവേണ്ടി എങ്ങനെ നമ്മുടെ മൗത്ത്സ് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ ടങ് എങ്ങനെ പ്ലേസ് ചെയ്യണം എന്നുള്ളതൊക്കെ നമുക്ക് പ്രാക്ടീസ് ചെയ്യണം. ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഈ പറയുന്ന റൂൾസ് മനസ്സിലാക്കുക എന്നുള്ളതല്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാണ്, to produce the W sound we have a rule, and produce a V sound we have a basic rule, and for H, for F, for all these sounds we have different rules. And it's not about learning the rules. You don't have to learn any rule. You just need to practice it enough and more times and then register it in your subconscious mind that you naturally produce these sounds correctly without thinking about any of these rules. അതാണ് നമ്മുടെ എയിം എന്ന് പറയുന്നത്. സോ ഇംഗ്ലീഷ് ഒരു സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് പഠിക്കുന്ന നമ്മൾക്ക് ഫസ്റ്റ് ഇറ്റ് ഈസ് ഈസിയർ ആൻഡ് ഫൺ ടു ലേൺ ദ റൂൾസ്.
സോ റൂൾസ് ഞങ്ങളിവിടെ പഠിപ്പിക്കുന്നു എന്നതുകൊണ്ട് നിങ്ങൾ അത് പഠിച്ചിട്ട് വേറൊരാൾ പഠിപ്പിക്കരുത്. യു ഹാവ് ടു മേക്ക് ഇറ്റ് ഹാപ്പൻ in your English language, and then you have to make sure that you're working towards improving your clarity of your speech and getting rid of your mother tongue influence. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി യു വിൽ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഓക്കെ നൗ ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഐ എം സൗണ്ടിങ് ഡിഫറെൻറ്റ്, ഐ ഹാവ് മോർ കോൺഫിഡൻസ്, ഐ സൗണ്ട് എ ലോട്ട് ബെറ്റർ, ഐ ഹാവ് എ ലോട്ട് ഓഫ് ക്ലാരിറ്റി ഇൻ മൈ സ്പീച്ച്. ആൻഡ് വൺസ് യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് യു വിൽ ബി മോർ മോട്ടിവേറ്റഡ് ടു develop yourself better and better. So നമുക്ക് voice and accent 3 ലെയറിലായിട്ട് we can plan it and we can do it. All right, so don't you worry about your mother tongue influence. That's absolutely fine as long as it doesn't affect the clarity of your speech. A lot of Indian speakers are there. For example, if you look at Shashi Tharoor or if you look at Ravi Shastri, all these people have impeccable English pronunciation, and they don't sound like an American, they don't sound like Brits, they sound neutral. So there is a way you can sound a lot like native speakers, but then which native speaker? You don't have to adapt to American speakers, Brit speakers, nor Australian speakers. Rather, you could sound more and more neutral. If you are a basic, intermediate, advanced learner of English, it doesn't matter. If you're an IELTS aspirant, OET aspirant, we teach English. And if you want to know more about the courses that we offer, please click the link below. English House. English at your fingertips.